അത്താഴത്തിന് ഒരു വിളി ഞാൻ നിങ്ങളെ വിളിക്കും. അതിൽ എണീറ്റില്ലാന്ന് പിന്നെ ഞാൻ വിളിക്കാൻ നിൽക്കൂല കേട്ടാ. ഇവിടെ ഉള്ളവരെ വിളിക്കുന്ന സൗണ്ട് കേട്ട് നാട്ടുകാർ മൊത്തം എണീറ്റ് ആ തഴം കഴിച്ച് കിടക്കും. അപ്പോഴും ഇവിടെ എണീക്കൂല ഒരാൾ. 10 തരം കടി ഉണ്ടാക്കി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടാ. ഞാൻ എന്തെങ്കിലും ഒരു കൂട്ട് ഉണ്ടാക്കി വെക്കും, വേണ്ടവര് തിന്ന, വേണ്ടാത്തവര് വന്നിങ്ങേറ്റ് അവർക്ക് ഇഷ്ടം ഉണ്ടാക്കിയിട്ട് തിന്നും. പാതിരാത്രിയെ ഫോണും പിടിച്ചിരുന്നിങ്ങേറ്റ് അത്താഴത്തിന് വിളിക്കുമ്പോൾ വേഷം കെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ സ്വഭാവം മാറട്ടെ. ഞാൻ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കുക. കുടുംബത്തെ കുട്ടികള് സുബഹി മുതൽ ഇഷ തറാവിഹ് വരെ പള്ളിയിൽ നമസ്കരിക്കാൻ പോകും. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, നോമ്പെടുത്തിങ്ങേറ്റ് നിസ്കരിക്കാനൊക്കെ പരിപാടി ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഞാൻ പൊളിക്കുംട്ടാ. ഇനിയിപ്പൊ സുഖായി നോമ്പ് അങ്ങനെ തുറന്നു കഴിഞ്ഞാലുള്ള പാത്രങ്ങളൊക്കെ ടേബിൾമേലും അടുക്കളയിലൊക്കെ അങ്ങോട്ട് പരത്തി വെച്ചിട്ട് ഉമ്മാക്ക് പണി ഉണ്ടാക്കി വെച്ചിട്ട് എണീറ്റ് പോവാൻ ഒരാളും കരുതണ്ട. അവരാര് കഴിച്ചത് അവരാര് ക്ലീൻ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി തരില്ല കേട്ടാ. പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, നോമ്പ് പിടിച്ചിങ്ങേറ്റ് ഒരാൾ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിയിരിക്കാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. അങ്ങനെ നോമ്പ് പിടിച്ചിട്ട് മൊബൈൽ തോണ്ടാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളും നോമ്പ് പിടിക്കാൻ നിൽക്കണ്ട. 3 നേരം 4 നേരം ഭക്ഷണം കഴിച്ചോ, എന്നാലും നോമ്പ് പിടിക്കാൻ ഞാൻ സമ്മതിക്കൂല കേട്ടാ.